ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക കാല ഈ 3 നക്ഷത്രങ്ങളാണ് ഈ മേടം രാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. രോഗമുക്തി ഉണ്ടാകുക, മനസമാധാനം തരിക, ശത്രുപരാജയം ഉണ്ടാകുക, അതുപോലെ ധനലാഭത്തിനൊക്കെ നല്ല സാധ്യതയുണ്ട്. ബഹുമാനപ്രാപ്തി പലയിടത്തു നിന്നും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് ധനനേട്ടം ഉണ്ടാകാൻ പലയിടത്തു നിന്നും തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ഇത് 16-ാം തീയതി വരെ. എന്നാൽ 17-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് പിന്നെ സഞ്ചരിക്കുക. ഗ്രഹകലഹത്തിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലമായിട്ട് പല ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നു. അപ്പോൾ എന്നും ഓം നമഃശിവായ ജപിക്കുക. അതുപോലെ മഹാദേവന് ഈ ഓം നമഃശിവായ കാലത്തും വൈകിട്ടും ജപിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും 108 പ്രാവശ്യം ജപിക്കാം. അത് നല്ലതാണ്. മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നതും നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. അപ്പോൾ 17-ാം തീയതിക്ക് ശേഷം ഞായറാഴ്ച ദിവസം അത്ര നല്ലതല്ല എന്ന് മനസ്സിൽ കരുതുക. പിന്നെ കുജൻ 28-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനക്ലേശത്തിന് സാധ്യത ഉണ്ടാകും. ബന്ധുക്കളും സന്താനങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട്. സന്താന കാരണമായിട്ട് മനക്ലേശം ഉണ്ടാകുക, സന്താന കാരണമായിട്ട് തന്നെ ധനച്ചെലവ് അധികമായിട്ട് വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. ചൊവ്വാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഒരു കാണിക്കയിട്ട് വരുന്നതെങ്കിലും ചെയ്യുക. വളരെ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ 28-ാം തീയതി മുതൽ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. നല്ല ധനനേട്ടം ഉണ്ടാകുക, പ്രശസ്തി തരിക, സന്തോഷം ഉണ്ടാകുക, എല്ലായിടത്തും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം വിജയിച്ച് സാധ്യമായി വരിക. ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിന് സാധ്യതയുണ്ട്. രോഗമുക്തി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്ക്, ഇതൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട്. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ കുജൻ. അത് 28-ാം തീയതി മുതൽ അങ്ങോട്ടാണ്. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. മാസം മുഴുവനും നല്ല ധനലാഭം, കുടുംബസുഖം, മാതാവ് മൂലമായിട്ട് സന്തോഷമോ പല നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം, രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം. പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ചില ക്ലേശങ്ങൾ, ജോലി സംബന്ധമായ ചില ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. എന്നാൽ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. അതുപോലെ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ ചില നല്ല കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് ഈ 3-ലെ വ്യാഴൻ. പിന്നെ ശുക്രൻ 26-ാം തീയതി വരെ അനുകൂലനാണ്. തുടർച്ചയായിട്ടുള്ള ധനലാഭം, ലോക ബഹുമാനം, സർവ്വവിധമായ സുഖപ്രാപ്തി ലഭിക്കുക, ആരോഗ്യം അനുകൂലമായിട്ട് വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 26-ാം തീയതി മുതൽ അത്ര അനുകൂലൻ അല്ലാതെയായിട്ട് മാറുന്നതാണ്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ. അപ്പോൾ ലക്ഷ്മി സ്തവം ജപിക്കുന്നത് അതൊക്കെ നല്ലതാണ്. പിന്നെ ശനി 7.5 ശനിയായിട്ട് തുടരുന്നു.
എന്നാൽ ഈ ശനിക്ക് വിപരീത വേദം ഭവിക്കയാൽ വളരെ അനുകൂലനായിട്ടാണ് ഫലം തരുന്നത്. അതായത് ഏഴരശനിക്കാലമാണ് എങ്കിലും അതിന് വിപരീത ഭേദം ഭവിക്കുന്നത് കൊണ്ട് ദോഷ ഫലത്തിന് പകരം വളരെ നല്ല അനുകൂലമായിട്ടുള്ള നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. സർവകാര്യ വിജയം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക, ധനലാഭം ഉണ്ടാകുക, ഉദ്യോഗ ലാഭം ഉണ്ടാകുക, ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല ചാൻസ് ഉണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ശനി ഇപ്പം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി ദോഷപ്രദൻ അല്ല, അത് ശ്രദ്ധിക്കണേ. 7.5 ശനിക്കാലമാണ്, പക്ഷേ ഇപ്പോൾ അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുക. പിന്നെ രാഹു വളരെ അനുകൂലനാണ്, വളരെ നല്ല ഫലങ്ങൾ തരും. പക്ഷേ കേതു അത്ര അങ്ങോട്ട് അനുകൂലനല്ല. അത് സന്താന കാരണമായിട്ടൊക്കെ ഒരു ചെറിയ ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ അങ്ങനെ ഒരു അർച്ചന ചെയ്യലോ അങ്ങനെ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല. ഇനി ഇടവക്കൂറ്. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് ഈ ഇടവം രാശിയിൽ ഉള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ധനക്ലേശം, വ്യാപാരത്തിലൊക്കെ നഷ്ടം വരിക, പലയിടത്തും ചതിവ് പറ്റുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് തുടങ്ങിയ ദോഷഫലങ്ങളൊക്കെ തരുന്നതിന് ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ 16-ാം തീയതി വരെയുള്ള ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഒക്കെ വെളിയിലോട്ടൊക്കെ പോകലൊക്കെ ചെയ്യുക, അതല്ലെങ്കിൽ അതിന് ശേഷത്തേക്ക് മാറ്റിവെക്കുക. എന്നാൽ 17-ാം തീയതി മുതലങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. നേരെ വിപരീതനായിട്ടാണ്. ശത്രുപരാജയം ഉണ്ടാകുക, ധനലാഭം തരിക, രോഗമുക്തി ഉണ്ടാകുക, മനസ്സമാധാനം ഉണ്ടാകുക, നല്ല പലയിടത്തും ധനനേട്ടത്തിന് സാധ്യത ഉണ്ടാകുക, സ്ഥാനമാന ലാഭങ്ങളൊക്കെ ഉണ്ടാകുക. അതായത് പലയിടത്തും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ബഹുമാനം ഉണ്ടാകുക, ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ 17-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനക്ലേശം, ഉദര സംബന്ധമായ ക്ലേശങ്ങളെ, ബന്ധുക്കൾ മൂലം പല മനപ്രയാസം ഉണ്ടാകുക, ക്ലേശങ്ങൾ, നഷ്ടമൊക്കെ ഉണ്ടാകുക, സന്താനങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ്. ശത്രുക്ലേശം ഉണ്ടാകുക, ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്കിന് സാധ്യത ഉണ്ടാകുക. വിഷ്ണു സഹസ്രനാമം എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവ് കിട്ടുന്നതാണ്. അത് പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. രാമായണം വായിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഹരേ രാമ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്, വളരെ ഫലവത്താണത്. വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, മനസമാധാനം, പ്രശസ്തി, സർവ്വവിധമായ സുഖപ്രാപ്തി, ശത്രുനാശം, ദാനധർമ്മത്തിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, ശത്രുനാശം, സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ തുടർച്ചയായിട്ടുള്ള സുഖപ്രാപ്തി, ലോക ബഹുമാനം, നല്ല വസ്ത്ര ആദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി 11-ാം ഭാവത്തിൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, രോഗശമനം, അധികാരപ്രാപ്തി, ലോക ബഹുമാനം ലഭിക്കുക. പിന്നെ ഭാര്യാപുത്രാദികളുമായിട്ട് സന്തോഷപൂർണമായ ജീവിതം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ രാഹുകേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ദുർഗാദേവിക്കൊരു അർച്ചന ചെയ്യുക, രക്തപുഷ്പാഞ്ജലി അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക, ശിവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യുക.
അപ്പോൾ രാഹുവിൻ്റെ സർപ്പക്ഷേത്ര അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ ഈ ആയില്യ പൂജയോ സർപ്പ പൂജയോ ഒക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ രാഹുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതിന് സാധ്യതയുണ്ട്. ഗണപതിക്കൊരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഒരു കറുകമാല ചാർത്തലോ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നതൊക്കെ നല്ലതാണ്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി മിഥുനക്കൂറ്. മകയിരം, പകുതി, തിരുവാതിര, പുണർതം, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ അനുകൂലനല്ലാതെയാണ് ഈ മാസം മുഴുവനും സഞ്ചരിക്കുക. മനക്ലേശത്തിന് സാധ്യതയുണ്ട്, ധനക്ലേശത്തിന് സാധ്യതയുണ്ട്, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസമോ വിരോധമോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വ്യാപാരത്തിലൊക്കെ ചില നഷ്ടങ്ങൾ അല്ലെ പ്രതീക്ഷിച്ചത്രയും നേട്ടങ്ങൾ, ലാഭം ഒന്നും ലഭിക്കാതിരിക്കുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും. ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. പിന്നെ കുജൻ 28-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ്. നല്ല ധനനേട്ടം പലയിടത്തു നിന്നും ഉണ്ടാകാം. ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിന് സാധ്യതയുണ്ട്. പൊതുവേ ഒരു സുഖപ്രാപ്തി ലഭിക്കുന്നതാണ്. വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഒരു നല്ല സാധ്യതയുണ്ട്. പൊതുവേ ഒരു ധൈര്യം എല്ലായിടത്തും ഉണ്ടാകുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു സാധ്യത, വിജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 28-ാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് വരിക. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, ദോഷം കുറയും. ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി കാണിക്ക ഇട്ട് തൊഴുത് നമസ്കരിച്ച് വരുന്നതെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ്. സന്തോഷം ലഭിക്കുക, ധനപ്രാപ്തി ഉണ്ടാകുക, രത്നാഭരണാദികളൊക്കെ നേടുന്നതിന് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സജ്ജന സംസർഗം ഒക്കെ ഉണ്ടാകുക, അതുമൂലം പല നേട്ടങ്ങളോ സന്തോഷപരമായിട്ടുള്ള മൂവ്മെൻറ്റോ ഇതിനൊക്കെ സാധ്യത ഉണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂലനല്ലാതെയാണ്. തൊഴിൽ സ്ഥലത്ത് ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ക്ലേശങ്ങൾ പൊതുവെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപമാനമൊക്കെ കേൾക്കേണ്ടി വരിക, അധിക ചിലവ് വരിക, മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്, ദോഷങ്ങൾ കുറയും. എന്നാൽ ചില നല്ല ഫലങ്ങളും തരുന്നതാണ് ഈ വ്യാഴം. അതായത് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു സാധ്യത തുടങ്ങുന്നതാണ്. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ സന്താന ഭാഗ്യം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ചില ഫലങ്ങളും തരുന്നതാണ്. എന്നാൽ ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങളോ മാറ്റങ്ങളോ, ജോലി നഷ്ടപ്പെടുന്നതിന് തന്നെയോ സാധ്യത, ഇതൊക്കെ ഉണ്ടാകുന്നതിന് അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ശുക്രൻ 26-ാം തീയതി വരെ വളരെ 26-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെയേറെ നല്ലതാണ്. ലക്ഷ്മി സ്തവം ജപിക്കലോ ലക്ഷ്മി മന്ത്രം ജപിക്കലോ ഒക്കെ ചെയ്യുന്നതും, ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തര ശതം ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നതും നല്ലതാണ്, ദോഷം കുറയും. എന്നാൽ 26-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. നല്ല ധനലാഭം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി ലഭിക്കുക, ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. അത് പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് ഒക്കെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലിക്ക് പോകുന്നവർക്ക് അതിന് തടസ്സമുണ്ടാകലോ ജോലി നഷ്ടപ്പെടുന്നതിനോ ഒക്കെ തന്നെ മാറ്റം ഉണ്ടാകുന്നതിനൊക്കെ തന്നെ സാധ്യതയുണ്ട്. കർമ്മകണ്ടകനാണ്. അപ്പോൾ കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ 4-ലോട്ടുള്ള ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ രാഹു കേതുക്കളിൽ കേതു വളരെ അനുകൂലനാണ്. എന്നാൽ രാഹു അത്ര അനുകൂലനല്ല.
പലയിടത്തും ഭാഗ്യക്കുറവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഓം നമഃശിവായ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ മന്ത്രം ജപിച്ചുള്ളൂ, നല്ലതാണത്. ഓം നമഃശിവായ ജപിക്കുക നല്ലതാണ്. ശിവന് ധാരഗോളമാലയൊക്കെ ചാർത്തുന്നതും വളരെ നല്ലതാണ്. രാഹുവിൻ്റെ ദോഷവും ആദിത്യൻ്റെ ദോഷവും ഒന്നും ഉണ്ടാകില്ല. ഇനി കർക്കിടകക്കൂറ്. പുണർദം, കാല്, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ അനുകൂലനല്ലാതെയാണ് മാസം മുഴുവനും. പരദേശഗമനത്തിന് സാധ്യതയുണ്ട്, ബന്ധുമിത്രാദി വിയോഗത്തിന് സാധ്യതയുണ്ട്, സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിനോ അതിനൊക്കെ കുറവ് വരുന്നതിനൊക്കെ സാധ്യത, സ്നേഹിതരുമായിട്ടൊക്കെ ചില കലഹങ്ങൾ, മനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഇന്നും ഓം നമഃശിവായ ജപിക്കുക, 108 പ്രാവശ്യമെങ്കിലും കാലത്തും വൈകിട്ടുമായിട്ട് ജപിക്കുക. അതുപോലെ ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ മഹാദേവന് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും, അതിന് സാധ്യതയുണ്ട്. പിന്നെ കുജൻ 28-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. പലയിടത്തും കാര്യതടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്, മനസമാധാനക്കുറവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്, ധനക്ലേശം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ കടുത്ത വാക്കുകൾ മൂലം ധനനഷ്ടമോ ക്ലേശങ്ങളോ ശത്രുക്കളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ കുറവിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്നാൽ 28-ാം തീയതി മുതൽ അങ്ങോട്ട് കുജൻ വളരെ അനുകൂലനായിട്ടാണ്, നേരെ വിപരീതനായിട്ടാണ് സഞ്ചരിക്കുക. അതായത് ധനലാഭം, ശത്രുപരാജയം, വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, അർത്ഥമില്ലാതെ ഒക്കെ സംസാരിക്കുക, ചിലപ്പോഴേ അതുമൂലം ക്ലേശങ്ങളുണ്ടാകുക, ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ വഴക്ക് തന്നെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും. പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിൽ അല്ല എങ്കിലും വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കയാൽ വളരെ അനുകൂലനായിട്ടാണ് തീരുന്നത്. അപ്പോൾ നല്ല സ്ഥാനത്ത് നിന്നാൽ എന്ന പോലെ ധനലാഭം, സർവ്വവിധമായ സുഖപ്രാപ്തി, പ്രശസ്തി, ഉയർച്ച, ശത്രുനാശം, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 26-ാം തീയതി വരെ അനുകൂലനാണ്. ധനലാഭം, പ്രതാപം, സർവകാര്യ വിജയം ഉണ്ടാകുക, ഭയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുക, അതുപോലെ ഉത്തമമായിട്ടുള്ള ആഹാരാദികൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ ലഭിക്കുക, സ്ത്രീകൾ മൂലം പല നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക, ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ്. ധനനഷ്ടം വരുത്തുന്നതിന് സാധ്യതയുണ്ട്, ഭാഗ്യക്കുറവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പിതൃബന്ധുക്കൾ മൂലമായിട്ട് പല ക്ലേശങ്ങൾ, പിതാവ് മൂലം ക്ലേശങ്ങൾ, പിതാവിന് ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക, രാഹു ഈ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ശനിയുടെ ദോഷം ഒന്ന് കുറഞ്ഞു കിട്ടും. എന്നാൽ രാഹു കേതുക്കൾ അതിൽ രണ്ടും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ഓം നമഃശിവായ ജപിക്കുക, ശിവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. രാഹുവിൻ്റെ ദോഷം കുറയും. എന്നാൽ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതിന് സാധ്യതയുണ്ട്. ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രങ്കാല ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനാണ്. ധനലാഭം, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ആരോഗ്യം അനുകൂലമായി വരിക, നല്ല അഭിമാനിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുക, പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകുക, നല്ല ആഹാരാദികളൊക്കെ ലഭിക്കുക,
തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ 17-ാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ബന്ധുമിത്രാദി വിയോഗം ഉണ്ടാകുക, സ്ഥാനഭ്രംശം ഉണ്ടാകുക, അധികമായിട്ടുള്ള ചെലവ് ഉണ്ടാകുക തുടങ്ങിയ വളരെ ദോഷപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാരകൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, അത് നല്ലതാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും. ഓം നമ ശിവായ 108 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ കുജൻ അനുകൂലനല്ല. വീട്ടുകാരും ഭാര്യയുമായിട്ടുമൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, വീട്ടുകാരുമായിട്ട് ചില വഴക്ക് കൂടുന്നതിന് തന്നെയും സാധ്യത കാണുന്നുണ്ട്. ബന്ധു വിരഹം ഉണ്ടാകുക, പനിയോ മുറിവുകളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷം കുറയും. പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സം, ധനഹാനി, വഴക്ക് തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. രാമായണം വായിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹരേ രാമ മന്ത്രം ജപിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ ദോഷങ്ങൾക്ക് കുറവുണ്ടാകും. പിന്നെ വ്യാഴം അനുകൂലനായിട്ടാണ് സ്ഥാനലാഭം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക, കാര്യവിജയം ഉണ്ടാകുക, ധനപ്രാപ്തി ഉണ്ടാകുക. അതുപോലെ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിന് തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. പുതിയ സ്ഥാനമാന ലാഭങ്ങളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 26-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. മനക്ലേശം, സ്ത്രീകളുമായിട്ടൊക്കെ കലഹം ഉണ്ടാകുക, ധനഹാനി തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും. എന്നാൽ 26-ാം തീയതി മുതൽ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ്. നല്ല ധനനേട്ടം തരിക, പ്രതാപം ഉണ്ടാകുക, കാര്യവിജയം ഉണ്ടാകുക, ഉത്തമമായിട്ടുള്ള ആഹാരം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ഈ ശനി അഷ്ടമ ശനിയായിട്ട് തുടരുന്നു. വളരെ ക്ലേശപ്രദമായിട്ടുള്ള സമയമാണ് ശനിയാഴ്ച ദിവസങ്ങൾ. ശനി ഏറ്റവും അധികം ക്ലേശിപ്പിക്കുന്ന ഒരു ഭാവമാണ് ഈ അഷ്ടമശനി എന്ന് പറയുന്നത്. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലം 2.5 കൊല്ലത്തെയാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥനകളൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട സമയമാണിത്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തൽ, അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം നടത്തൽ, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. രാഹു കേതുക്കൾ ദോഷപ്രദരായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജന്മത്തിൽ കേതുവും 7-ൽ രാഹുവും നിൽക്കുന്നു, വളരെ ദോഷപ്രദമാണ്. ജോലിസ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അകാരണമായിട്ടൊക്കെ ചില ദുഃഖങ്ങളോ ടെൻഷനൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക, കേതുവിൻ്റെ ദോഷം ഉണ്ടായില്ല. മഹാദേവനെ ധാരകൂളമാലയൊക്കെ ചാർത്തുക, ദുർഗാദേവിക്ക് ഒരർച്ചനയോ എന്തെങ്കിലും ഒന്ന് നടത്തുക. അപ്പോൾ ഈ രാഹുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സാധിച്ചു കിട്ടുക, ബന്ധുസമാഗമം ഉണ്ടാകുക, അധികാരികളുടെ ആനുകൂല്യം ലഭിക്കുക, പുതിയ സ്ഥാനമാനങ്ങൾ, നേട്ടങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അഭിമാനം തോന്നത്തക്ക രീതിയിലുള്ള പല ചടങ്ങുകളും നടക്കുന്നതിന് സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് ഒരു സാധ്യതയുണ്ട്. കർമ്മസ്ഥലം നന്നായിട്ട് പുഷ്ടിപ്പെടുന്നതാണ്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ചെലവ് അധികമാവുക, മനക്ലേശം ഉണ്ടാകുക, ബന്ധുവിരോധം ഉണ്ടാകുക, പരദേശഗമനം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ദോഷം കുറയും. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്.
ആരോഗ്യം അനുകൂലമായി വരിക, സുഖം ലഭിക്കുക, പ്രശംസ ലഭിക്കുക, ധനാഗമനം ഉണ്ടാകുക, ബന്ധുസ്നേഹം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം സ്ഥാനത്താണെങ്കിലും വിപരീത വേദം നിമിത്തം 26-ാം തീയതി വരെ വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. നല്ല ധനനേട്ടം ഉണ്ടാകുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യത, സർവ്വവിധമായ സുഖപ്രാപ്തി, ഗ്രഹലാഭം, ഉയർച്ച, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങളുണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 26-ാം തീയതി മുതൽ അനുകൂലനല്ലാതെയാകുന്നതാണ് വ്യാഴം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ധനനാശമോ അപവാദമോ ഒക്കെ കേൾക്കേണ്ടി വരിക, ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. വസ്തുനാശത്തിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും. പിന്നെ ഈ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ഹരേ രാമ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കുക. പിന്നെ ശുക്രൻ 26-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. സർവാഭിഷ്ട ലാഭം, ധനലാഭം, പുതിയ വസ്ത്രാദികളൊക്കെ ലഭിക്കുക, സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത, ആരോഗ്യപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ 26-ാം തീയതി മുതൽ അനുകൂലനല്ലാതെയാകുന്നതാണ്. നല്ല മനക്ലേശം, സ്ത്രീകളുമായിട്ടൊക്കെ ചില കലഹത്തിന് സാധ്യത, ധനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. ദൂരയാത്ര, പത്നിക്ക് ക്ലേശം തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ഹനുമാൻ ചാലിസ ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ കുറയുന്നതാണ്. രാഹു അനുകൂലനാണ്. വളരെ അനുകൂലനായിട്ടാണ് രാഹു നിൽക്കുന്നത് അടുത്ത 1.5 വർഷത്തേക്ക്. എന്നാൽ കേതു അനുകൂലനല്ലാതെയാണ്, ദോഷപ്രദനാണ്. അപ്പോൾ ചിലവ് അധികരിക്കുന്നതിന് സാധ്യതയുണ്ട്. ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം ബാധിക്കുന്നതല്ല. ഇനി തുലാക്കൂർ, ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല ധനക്ലേശത്തിന് സാധ്യത വരുത്തും. വരവിലൊക്കെ ചില കുറവ് വരുന്നതിന് സാധ്യതയുണ്ട്. ബന്ധുവിരഹം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവനെ ധാര, കൂളമാല തുടങ്ങിയ വഴിപാട് നടത്തുക. ഓം നമഃ ശിവായ കാലത്തും വൈകിട്ടും ജപിക്കുക. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. എന്നാൽ 17-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ്. നല്ല ധനനേട്ടം ഉണ്ടാകുക, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക, ബന്ധുസമാഗമനം ഉണ്ടാകുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം തന്നെ സാധിച്ചു കിട്ടുക, അധികാരികൾ മൂലം പല നേട്ടങ്ങളുണ്ടാകുക, സന്തോഷം ഉണ്ടാകുക. അതുപോലെ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സാധ്യതയുണ്ട്. പുതിയ ജോലി ലഭിക്കുന്നതിന് നല്ലൊരു സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ശ്രമിച്ചോളാം. പിന്നെ കുജൻ 28-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ആരോഗ്യം ഭേദപ്പെടുക, എല്ലാ കാര്യങ്ങളിലും ഒരു വിജയ സാധ്യത ഉണ്ടാകുക, കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ മുന്നോട്ട് പോവുക, നടത്തിപ്പിന് സാധ്യത ഉണ്ടാകുക, ധാന്യ വസ്ത്രാദികളൊക്കെ നേടുന്നതിന് സാധ്യത ഉണ്ടാകുക. പൊതുവെ സന്തോഷപ്രദമായിട്ടുള്ള പല അനുഭവങ്ങളും തരുന്നതിന് സാധ്യതയുണ്ട്. ഭൂമി ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബപരമായിട്ടുള്ള വസ്തുവകളൊക്കെ ലഭിക്കുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നല്ല ഫലങ്ങളൊക്കെയാണ് തരുന്നത്. പക്ഷേ 28-ാം തീയതി വരെ ഉള്ളൂ ഇതൊക്കെ. എന്നാൽ 28-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ്. ധനച്ചെലവൊക്കെ വരുത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുക, കുങ്കുമ അർച്ചന ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മാല ചാർത്തലോ
അപ്പോൾ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ഭദ്രകാളി ക്ഷേത്രത്തിലെ ദർശനം നടത്തി കാണിക്കയിട്ട് നമസ്കരിച്ച് വരുന്നത് തന്നെ വളരെ നല്ലതാണ്. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. പുതിയ സ്ഥാനലാഭങ്ങളെ, ശത്രുപരാജയം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. 9ാം ഭാവത്തിലാണ്, ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം. ധനലാഭം ഉണ്ടാകുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ്. ഉത്തമമായിട്ടുള്ള ആഹാര വസ്ത്രാദികളൊക്കെ ലഭിക്കുക, സർവ്വവിധമായ സുഖപ്രാപ്തി, ഗൃഹലാഭം നേടുന്നതിനൊരു സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകുക, അതുപോലെ തന്നെ സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങളുണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ വിദേശത്ത് പോകുവാൻ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങളുടെ വിവാഹം, ജോലി, വിദേശഗമനം ഇതൊക്കെയും അനുകൂലമായിട്ട് വരുന്നതാണ്. പൊതുവെ വളരെ നല്ല സമയമാണ്. നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക, പ്രശസ്തി ലഭിക്കുക, ഇതിനൊക്കെയുള്ള സാധ്യതയുള്ള സമയമാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനാണ്. ധനലാഭം, സുഖപ്രാപ്തി, ദുഃഖശമനം, വസ്ത്രാഭരണാദി നേട്ടം, സർവാഭിഷ്ട നേട്ടം, ആരോഗ്യം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ശനി അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനധാന്യാഭിവൃദ്ധി ഉണ്ടാകുക, സുഖവൃത്തി ഉണ്ടാകുക, കുടുംബസുഖം ലഭിക്കുക, ശത്രുനാശം ഉണ്ടാകുക, ഗൃഹഭാഗ്യം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ രാഹു വളരെ അനുകൂലൻ അല്ലാതെയാണ്. നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾ കാരണമായിട്ട് ടെൻഷനോ ചെലവുകളോ ഒക്കെ വരുത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക. ശിവക്ഷേത്രത്തിലും വഴിപാട് ചെയ്യുന്നതും നല്ലതാണ്. ഓം നമഃ ശിവായ ജപിക്കുക. ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദേവിയുടെ മന്ത്രം ജപിക്കുക, ദുർഗാദേവിയുടെ. പിന്നെ ദുർഗാ ചാലിസ ജപിക്കുക. ഇതിലേതിലൊക്കെ ഒന്ന് ജപിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം കിട്ടും. കൂടാതെ രാഹു ഒരു ദോഷവും ചെയ്യയില്ല. എന്നാൽ കേതു വളരെ അനുകൂലനായിട്ടാണ്, നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ഇനി വൃശ്ചികക്കൂറ്. വിശാഖം, മുക്കാല്, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല ശത്രുക്ലേശം, ധനനഷ്ടം ഉണ്ടാകുക, അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക, പത്നി കോപം ഉണ്ടാകുക, മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറയും. ഓം നമഃ ശിവായ കാലത്തും വൈകിട്ടും ജപിക്കുന്നതും വളരെ നല്ലതാണ്, ദോഷം കുറയും. പിന്നെ കുജൻ 28-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. നീതി കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളെ, താമസങ്ങളെ, പരാജയം ഉണ്ടാകുക, പലയിടത്തും രോഗക്ലേശങ്ങളുണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. എന്നാൽ 28-ാം തീയതി മുതൽ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനധാന്യ വസ്ത്രാദി നേട്ടം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ഭൂമിയൊക്കെ ലഭിക്കുന്നതിനൊരു തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യം വളരെ തൃപ്തികരമായിട്ട് വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. കാര്യതടസ്സത്തിന് സാധ്യതയുണ്ട്, മനക്ലേശത്തിന് സാധ്യതയുണ്ട്, അപവാദം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ വ്യാഴം 28-ാം തീയതി വരെ ദോഷപ്രദനാണ്. ദുഃഖം, സ്ഥാനഭ്രംശം, ഭാഗ്യദോഷം, രോഗക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യാവശ്യമാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക, ആ ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 28-ാം തീയതി മുതൽ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കയാൽ വളരെയേറെ അനുകൂലനായിട്ട് തീരുന്നതാണ്. നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ധനനേട്ടം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക,
പൊതുവേ സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ്. ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ അത്ര ദോഷപ്രദനല്ല. 7-ാം ഭാവത്തിലാണെങ്കിലും സ്വക്ഷേത്രസ്ഥിതനായാൽ അത്ര ദോഷപ്രദൻ അല്ല. എന്നാൽ ശനി അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. സന്താനങ്ങൾ മൂലമായിട്ട് ചില മനക്ലേശത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നു. ധനക്ലേശവും കേസു വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക ജന്മനാളുകളിൽ പക്കപ്പിറന്നാൾ തോറും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തൽ, ഹനുമാൻ ചാലിസ ജപിക്കൽ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്ലേശങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ രാഹുകേതുക്കളും അത്ര അനുകൂലമല്ലാതെയാണ്. അപ്പോൾ ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി നടത്തലോ കുങ്കുമാർച്ചന ചെയ്യലോ ഒക്കെ ചെയ്യുന്നത്, ദുർഗാ മന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓം നമഃശിവായ ജപിക്കുന്നത് നല്ലതാണ്. രാഹുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഇനി ധനുക്കൂറ്. മൂലം, പൂരാട, ഉത്രാടം, കാല, ഈ 3 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, രോഗക്ലേശം ഉണ്ടാകുക, പലയിടത്തും പരാജയം സംഭവിക്കുക, പത്നീകോപം ഉണ്ടാകുക, ശത്രുക്കളുമായിട്ട് വഴക്ക് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക, ദോഷം കുറയും. ഓം നമഃശിവായ ജപിക്കുക, കാലത്തും വൈകിട്ടും ജപിക്കാം, അതും വളരെയേറെ നല്ലത് തന്നെയാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ലോക നിന്ദ, ശരീരക്ലേശം, രോഗം ഉണ്ടാകുക, അപമാനം സഹിക്കേണ്ടി വരിക, പലയിടത്തും പരാജയം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷം കുറയും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയുന്നതാണ്. പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനനേട്ടം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, നാനാവിധമായ സുഖങ്ങൾ ലഭിക്കുക, സർക്കാർ അധികാരമൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകുക, നല്ല ആഹാരം, വസ്ത്രം, അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലി സ്ഥലത്ത് പല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, പുതിയ ജോലി ലഭിക്കുക, സ്ഥാനമാനങ്ങൾ, പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നത്, അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടിയ നല്ല ധനനേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ അനുകൂലനല്ലാതെയാണ്. ശത്രുക്ലേശം, സന്താനങ്ങൾ കാരണമായിട്ടൊക്കെ മനക്ലേശം, നിത്യവൃത്തിയിലൊക്കെ ചില തടസ്സങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുക, സ്ത്രീകൾ മൂലമായിട്ട് പല ക്ലേശങ്ങളും ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് വെള്ളിയാഴ്ച ദിവസങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കുറവ് കിട്ടുന്നതാണ്. അത് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അർച്ചനയോ മാല ചാർത്തലോ കടുംപായസമോ ഒക്കെ വഴിപാട് ചെയ്യാവുന്നതാണ്. ദേവിയുടെ, മഹാലക്ഷ്മിയുടെ നാമങ്ങളെ അഷ്ടോത്തരശതം ഇതൊക്കെ ജപിക്കാവുന്നവരിൽ നല്ലതാണ്, ദോഷം കുറഞ്ഞു കിട്ടും. വെള്ളിയാഴ്ച ദിവസം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശനി അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക, കണ്ടകശനിയാണ്. ധനക്ലേശം, ശത്രുക്ലേശം, സ്ഥാനപരിവർത്തനം, കർമ്മസ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. രോഗങ്ങളൊക്കെ ചെറുതായിട്ട് ക്ലേശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുക, അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുക, ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല ചാർത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. എങ്കിലും ശനിയാഴ്ച ദിവസം യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. വാഹനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ രാഹു അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക, നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ കേതു അനുകൂലനല്ല. ഗണപതി പ്രീതി വരുത്തുക, ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക.
സർവകാര്യ വിജയം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക. പൊതുവെ മനസ്സിൽ ഒരു സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ്. നല്ല ആഹാര വസ്ത്രാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 17-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര നല്ലതല്ലാത്ത സമയമാണ്. വീട്ടുകാരും സ്നേഹിതരും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങളുണ്ടാകുക, പരാജയം പലയിടത്തും ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഓം നമഃശിവായ ജപിക്കുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ്. ധനനഷ്ടം, സ്ഥാനഭ്രംശം, രോഗം, വിദേശവാസം, അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്കുണ്ടാകുന്നതിനോ ശത്രുക്ലേശം ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. ദോഷങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഹരേ രാമ മന്ത്രം ജപിക്കുക, രാമായണം വായിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുന്നതാണ്. അതിന് പറ്റാത്തവർ ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റാത്തവർ ഈ കലിസന്ധരണ മന്ത്രമാണ്, ഹരേ രാമ മന്ത്രം, അത് ജപിച്ചാൽ മതി. വളരെ നല്ലതാണ്, വളരെ എഫക്റ്റീവാണത്. പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ്. 6-ാം ഭാവത്തിലാണ്. നല്ല ദുഃഖം തരുന്നതിന് സാധ്യതയുണ്ട്. ഭാര്യാപുത്രാദികളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, വീട്ടിലൊരു മ്ലാനത, സ്വർണം ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിന് പോലും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ ധനപരമായിട്ടുള്ള ഇടപാടുകൾ പാടില്ല. യാത്രകളൊന്നും ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. നല്ല ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത്യാവശ്യമാണ്. ദോഷങ്ങൾ കുറയും. അതല്ല പറ്റാത്തവർക്ക് സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഹരേ രാമ മന്ത്രം ജപിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഒരേ സമയത്ത് കാലത്തും വൈകിട്ടും ജപിക്കുന്നത് നല്ലതാണത്. പിന്നെ ശുക്രൻ 26-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. അനുകൂലനായിട്ട് തന്നെയാണ്. അതായത് 4-ാം ഭാവത്തിലാണ്. കുടുംബസൗഖ്യം, തൊഴിലിൽ ഉയർച്ച, സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷം, ധനധാന്യാദി നേട്ടം ഉണ്ടാകുക, നല്ല ആഹാരം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ദോഷപ്രദൻ അല്ല. പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവത്തിലാണ്. സുഖം തരിക, ആരോഗ്യം, സർവകാര്യ വിജയം, ധനലാഭം, ഉദ്യോഗലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ രാഹുകേതുക്കളെ അനുകൂലരല്ലാതെയാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെ ദുർഗാക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. പിന്നെ ഗണപതി പ്രീതി വരുത്തുക. ഈ 3 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ്. ധനഹാനി, സ്നേഹിതന്മാർ മൂലം ക്ലേശങ്ങളെ, ആരോഗ്യ ക്ലേശങ്ങളെ, സന്താനങ്ങൾ കാരണമായിട്ട് പല ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ തുടങ്ങിയ ദോഷങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഓം നമഃശിവായ ജപിക്കുക. തുടർച്ചയായിട്ട് ജപിക്കുന്നതോ അല്ലെ കാലത്തും വൈകിട്ട് ഒരു 108 പ്രാവശ്യം ജപിക്കുന്നതോ ഒക്കെ നല്ലതാണ്. ദോഷം കുറയും. എന്നാൽ 17-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ്. സർവകാര്യ വിജയം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം ലഭിക്കുക, രോഗനാശം ഉണ്ടാകുക, മനസ്സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ്. കാര്യതടസ്സത്തിന് സാധ്യതയുണ്ട്. വീട്ടുകാരുമായിട്ടൊക്കെ വഴക്കിനൊക്കെ സാധ്യതയുണ്ട്. ധനനഷ്ടം, വിദേശവാസം, കടം വരുത്തി വയ്ക്കുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ അത്ര ദോഷപ്രദനല്ല, അനുകൂലനാണ്. കാര്യവിജയം ഉണ്ടാകുക, അന്ന വസ്ത്രാദി ലാഭം ഉണ്ടാകുക, ഗ്രന്ഥപാരായണം അതിന് ഇച്ഛയുണ്ടാകുക, ഇതൊക്കെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്.
പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ്. ധനാഗമനം ഉണ്ടാകുക, കാര്യവിജയം ഉണ്ടാകുക, സ്ഥാനമാനം ലാഭം ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, സുഖം പൊതുവെ ലഭിക്കുക, പൊതുവെ ഒരു ഉന്നതിക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനാണ്. ധനലാഭം, സ്നേഹിത ലാഭം, കുടുംബസുഖം, സർവ്വവിധമായ സുഖപ്രാപ്തി, തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക, പുത്രഭാഗ്യം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലമായിട്ട് സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി ഏഴര ശനിയായിട്ട് തന്നെ തുടരുന്നു. അത് 2ാം ഭാവത്തിലാണ്. ധനക്ലേശം വരുത്തുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ വ്യർത്ഥമായിട്ടുള്ള വഴക്കിനൊക്കെ സാധ്യതയുണ്ട്. ബന്ധുവിരോധം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് നല്ലതാണ്, ദോഷം കുറയും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ഹനുമാൻ ചാലിസ ജപിക്കൽ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ശനിയുടെ ദോഷം കുറയും. എങ്കിലും ശനിയാഴ്ച ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കാണിക്കയിട്ട് തൊഴുത് വരിക. അതുപോലെ കൂടുതൽ യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ധനപരമായിട്ടുള്ള ഇടപാടുകൾ, വാക്ക് തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ രാഹുകേതുക്കളെ ദോഷപ്രദരായിട്ടാണ്. ജന്മരാശിയിൽ രാഹു നല്ലതല്ല. ദേഷ്യം, ടെൻഷൻ ഒക്കെ തരാം. അപ്പോൾ ദുർഗാപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ മഹാദേവന് ധാര, കൂളമാല, ഓം നമഃ ശിവായ ജപം ഇതൊക്കെ ചെയ്യേണ്ടതും നല്ലതാണ്. രാഹുവിൻ്റെ ദോഷം കുറയും. എന്നാൽ 7ലാണ് കേതു, അതും നല്ലതല്ല. ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഗണപതിക്കൊരു നാളികേര ഉടയ്ക്കലോ കറുകമാല ചാർത്തൽ, ഇതൊക്കെ ഒരു ഗണപതി ഹോമം നടത്തൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കേതുവിൻ്റെ ദോഷം ബാധിക്കില്ല. ഇനി മീനക്കൂറ്. പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഈ മാസം ആദിത്യനത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ഗ്രഹകലഹം, സ്ത്രീകളെ കൊണ്ട് ക്ലേശം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, സ്നേഹിതർ മൂലമായിട്ടൊക്കെ ക്ലേശം അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. അതുപോലെ ഓം നമഃ ശിവായ ജപിക്കുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊരു കുറവുണ്ടാകും. എന്നിരുന്നാലും ഞായറാഴ്ച ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുജൻ 28-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം ഉണ്ടാകുക, വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകുക, പൊതുവെ ഒരു പ്രശസ്തി ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം, കാര്യസാധ്യത ഉണ്ടാകുക. ഇതുവരെ ഉണ്ടായിരുന്ന വഴക്കുകൾക്കൊക്കെ, അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക. കടം വീടുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ പൊതുവെ ഒരു ആനന്ദപ്രദമായിട്ടുള്ള പല അനുഭവങ്ങൾക്കും തരുന്നതാണ്. ബുധൻ അനുകൂലനല്ലാതെയാണ്. ഭാര്യാപുത്രാദികൾ മൂലം മനക്ലേശം ഉണ്ടാകുക, വഴക്ക് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്, ദോഷം കുറയും. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ്. ധനക്ലേശം ഉണ്ടാകുക, സമാധാനക്കുറവുണ്ടാകുക, അപമാനം ഉണ്ടാകുക, ജന്തുക്കളെ കൊണ്ടൊക്കെ ഒരു ക്ലേശങ്ങളുണ്ടാകുക, അതുപോലെ ബന്ധുക്കൾ മൂലവും പല ഉപദ്രവങ്ങൾ ഉണ്ടാകുക, ദോഷങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ട അത്യാവശ്യമാണ്. സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലതാണ്, ദോഷം കുറഞ്ഞു കിട്ടും. ഹരേരാമ മന്ത്രം കലിസന്ധരണ മന്ത്രമാണ്. അത് കാലത്തും വൈകിട്ടുമായിട്ട് ജപിക്കുക. പിന്നെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ജപിക്കുക. വളരെ എഫക്റ്റീവാണ്, വളരെ നല്ലതാണത്. എന്നാൽ വീട്, വാഹനം, സ്ഥലം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നതിനൊരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ ചില നല്ല കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടുള്ള ഇതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശുക്രൻ 26-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്.
നല്ല ധനക്ലേശം ഉണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക, നിത്യവൃത്തിയിൽ ക്ലേശം ഉണ്ടാകുക. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പക്ഷേ 26-ാം തീയതി വരെയുള്ളൂ ഈ ദോഷങ്ങൾ. 26-ാം തീയതി മുതൽ അങ്ങോട്ട് ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ്. നല്ല ധനനേട്ടമൊക്കെ ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി, സ്നേഹിത ലാഭം, കുടുംബസുഖം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു. നല്ല മനക്ലേശം, രോഗക്ലേശങ്ങൾ, കുടുംബക്കാരുമായിട്ടൊക്കെ വഴക്ക്, ജോലി സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക, അല്ലെങ്കിൽ എള്ളുകിഴി കത്തിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹനുമാൻ ചാലിസ ജപിക്കേണ്ട അത്യാവശ്യമാണ് ഈ ശനിദോഷം കുറയുവാൻ. ജന്മശനി നല്ല ക്ലേശം ചെയ്യുന്നതാണ്. ശനിയാഴ്ച ദിവസം കഴിവതും അമ്പലത്തിൽ പോയിട്ട് ദർശനം ചെയ്ത് വീട്ടിൽ വന്നിരിക്കുന്നതാണ് നല്ലത്. നാമജപമായിട്ട് ദൂരയാത്രയൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ രാഹു അധികമായിട്ടുള്ള ചെലവ് വരുത്തുന്നതാണ്. അപ്പം ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ ഓം നമഃശിവായ ജപിക്കുക, ശിവന് മഹാദേവന് ഈ ഗോളമാലയൊക്കെ വഴിപാട് ചെയ്യുക, ദോഷം കുറഞ്ഞു കിട്ടും. അപ്പോൾ കേതു വളരെ അനുകൂലനായിട്ടാണ്. വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കേതു. അപ്പോൾ എല്ലാവരും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓ